ഉപരാഷ്ട്രപതി സ്ഥാനത്തിരിക്കുന്ന വ്യക്തി ആ പദവി ഒഴിയുകയാണെങ്കിൽ, ഒരുപക്ഷെ മരണം മൂലം അല്ലെങ്കിൽ രാജി മൂലം അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഒഴിയുകയാണെങ്കിൽ എത്രയും വേഗം ആസ് സൂൺ ആസ് പോസിബിൾ ആ സ്ഥാനത്തേക്ക് പുതിയ തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ ഉപരാഷ്ട്രപതിയെ നിശ്ചയിക്കണം, തെരഞ്ഞെടുക്കണമെന്നാണ് ഭരണഘടന അനുശാസിക്കുന്നത്. രാജ്യസഭാംഗങ്ങളും ലോക്സഭാംഗങ്ങളും ചേർന്നാണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുക. ഇന്നത്തെ സാഹചര്യത്തിൽ NDAക്ക്, ഭരണമുന്നണിക്ക് അവരുടെ സ്ഥാനാർത്ഥിയെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കാനുള്ള അംഗബലവും ശക്തിയും ഒക്കെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും BJP നിശ്ചയിക്കുന്ന ആൾ തന്നെയായിരിക്കും ഉപരാഷ്ട്രപതിയായിട്ട് വരിക. പക്ഷെ ഇപ്പോഴും ജഗദീപ് ധൻഖർ എന്തുകൊണ്ട് രാജിവെച്ചു എന്ന ചർച്ച അല്ലെങ്കിൽ ആ സംശയം, അതിനെക്കുറിച്ചുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരോഗ്യ കാരണങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന് കഴിഞ്ഞ മാർച്ചിൽ ഒരു നെഞ്ചുവേദന ഉണ്ടായി. ഹൃദയ സംബന്ധമായ ചില അസുഖങ്ങൾ കാരണം ന്യൂഡൽഹിയിലെ എയിംസില് ചികിത്സയൊക്കെ നൽകിയതാണ്. പക്ഷെ അത്ര വലിയൊരു ഗൗരവമുള്ള രോഗമാണെന്ന് ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ല, ആരും പറഞ്ഞിട്ടുമില്ല. ഒരു ട്രീറ്റ്മെന്റ് നടന്നു എന്നതിനപ്പുറത്ത് അദ്ദേഹത്തിന് എന്തെങ്കിലും കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. പക്ഷെ മറ്റെന്തോ കാരണങ്ങൾ ഉണ്ട് എന്ന കാര്യത്തിലും സംശയമില്ല.